അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാധാന ഉടമ്പടി അല്ലെങ്കിൽ സന്ധി സംഭാഷണം അതല്ലെങ്കിൽ വെടിനിർത്തൽ, ഇപ്പോഴത്തെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അതിർത്തിയിലെ വെടിനിർത്തൽ, ഇങ്ങനെയുള്ളതൊക്കെ 3 ദിവസത്തേക്ക് ചെയ്യാമോ? അതല്ലെങ്കിൽ അതുപോലെയുള്ള സമയബന്ധിതമായ ഒരു രീതിയിൽ ചെയ്യാമോ? ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം അങ്ങനെയൊക്കെ. അൽ മുസാലഹത്തി അലാ സലാസത്തി അയ്യാമിൻ ഔ വഖത്തിൻ മഅലൂം. അൽ-ബറാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം ഒരു ആളെ മക്കയിലേക്ക് അയച്ചു, മക്കക്കാരുടെ അനുവാദം തേടുന്നതിന് വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തിന് വരാം, ഉംറ ചെയ്യാം, പക്ഷേ 3 ദിവസത്തിൽ കൂടുതൽ മക്കയിൽ നിൽക്കാൻ പാടില്ല. മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയുധങ്ങളെല്ലാം ഉറയിലായിരിക്കണം. അതായത് വാളൊക്കെ ഉറയിലിട്ടിരിക്കണം, അല്ല ഊരിപ്പിടിച്ച വാള അല്ലെങ്കിൽ കുന്തം ഇതൊന്നും പറ്റില്ല. ഈ തുണി കൊണ്ട് പൊതിഞ്ഞ ആയുധങ്ങൾ ഒക്കെ ആയിരിക്കണം. പൊതിയാത്തത് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ ഇസ്ലാം പ്രബോധനം നടത്താൻ പാടില്ല. കാണുന്നവരോടൊക്കെ മുസ്ലിമാവൂ അല്ലാഹു എന്നേ ഉള്ളൂ, നമ്മളിപ്പോൾ ചെയ്യുന്നത് അന്ന് ചെയ്യാൻ പാടില്ല എന്ന് മുശ്രിക്കുകൾ കണ്ടീഷൻ വയ്ക്കുകയാണ്. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് അത് എല്ലാം എഴുതാൻ തുടങ്ങി. അതായത് സന്ധി അല്ലെങ്കിൽ ഉടമ്പടി എഴുതി ഉണ്ടാക്കുകയാണ്. അദ്ദേഹം എഴുതി, ഇതാകുന്നു മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചിരിക്കുന്നത്. മക്കക്കാർ പറഞ്ഞു അത് നടക്കൂല. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതായത് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മക്കയിൽ വരാൻ ഞങ്ങൾ തടയില്ലായിരുന്നു. നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പ്രത്യേക അനുവാദത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സന്ധി ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ എഴുതുക, ഇതാകുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, അതായത് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് ഇതിന് സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണേ ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, അള്ളാഹു ആണേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലും ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാറില്ലായിരുന്നു, അതായത് എഴുതാൻ അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അലിയോട് അത് മായ്ച്ചു കളയാൻ പറഞ്ഞു, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ള ഭാഗം. അപ്പോൾ അലി പറഞ്ഞു, അള്ളാഹു ആണ്, ഞാനത് മായ്ക്കൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് പറഞ്ഞു, പേപ്പർ കാണട്ടെ. അങ്ങനെ അലി അത് കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് അത് മായ്ച്ചു കളഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മക്കക്കാർ വന്ന് അലിയോട് പരാതി പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്ക വിടാൻ പറയൂ. അങ്ങനെയായിരുന്നല്ലോ അഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ. അലി അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു ശരി, എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അപ്പോൾ 3 ദിവസത്തേക്കൊക്കെ വ്യവസ്ഥയൊക്കെ വച്ച് സമാധാന ഉടമ്പടി, അലി വെടി നിർത്തൽ എന്നിവയൊക്കെ സാധ്യമാണ്. ഹദ്ദസനി അൽ-ബറാ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അറാദ അൻ യഅ്തമിറ അർസല ഇലാ അഹ്ലി മക്കത്ത യസ്തഅ്ദിനുഹും ലിയദ്ഖുല മക്കത്ത ഫശ്തറതു അലൈഹി അല്ലാ യുഖീമ ബിഹാ إلا 3 ليال ولا يدخلها إلا بجلبان السلح ولا يدعو منهم أحدا. قال فأخذ يكتب الشرط بينهم علي بن أبي طالب فكتب هذا ما قضى عليه محمد رسول الله صلى الله عليه وسلم. فقالوا لو علمنا أنك رسول الله لم نمنعك ولا تابعناك ولكن اكتب هذا ما قضى عليه محمد بن عبد الله. فقال أنا والله محمد بن عبد الله وأنا والله رسول الله. قال وكان لا يكتب. فقال لعلي يمحو رسول الله. فقال علي والله لا أمحاه أبدا. قال فأرنيه. قال فأراه إياه فحماه النبي صلى الله عليه وسلم بيده. فلما دخل ومضت الأيام أتوا علي فقالوا مر صاحبك فليرتحل. فذكر ذلك علي رضي الله عنه لرسول الله صلى الله عليه وسلم فقال نعم ഫർത്തഹൽ. സമയബന്ധിതമല്ലാത്ത ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നത്, അതായത് ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തേക്ക്, അങ്ങനെ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈബറിലെ യഹൂദന്മാരോട്, നിങ്ങളെ ഞങ്ങൾ ഇവിടെ തങ്ങാൻ സമ്മതിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും കാലം.
അപ്പോൾ അതായത് ഖൈബറിൽ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരെ അവിടുന്ന് പുറത്താക്കിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്നായിരുന്നു കണ്ടീഷൻ. അതായത് അള്ളാഹു അല്ലെങ്കിൽ റസൂല് അല്ലെങ്കിൽ സഹാബാക്കൾ അതാണ് ഉദ്ദേശിച്ചത്. അൽ മുവാദാതി മിൻ ഗൈരി വഖത്തിൻ വഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖിറുക്കും അലാമ അഖറുക്കുമുല്ലാഹ്. ഇതും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അൽ മുശ്രിക്കൂൻ്റെ ശവശരീരങ്ങൾ ഒരു കിണറ്റിലേക്ക് വലിച്ച് എറിയുന്നത്, ആ ശവശരീരങ്ങളുടെ കുടുംബങ്ങൾ അത് ആവശ്യപ്പെട്ടു വന്നാലും അവരോട് പൈസ മേടിക്കില്ല, അല്ലെങ്കിൽ ഒരു വിലയിട്ട് അതിനെ ആ ശരീരങ്ങളെ തിരിച്ചു കൊടുക്കുകയില്ല, അവർ കുടുംബക്കാർ ആവശ്യപ്പെട്ടാലും. തർഹി ജിയഫിൽ മുശ്രിക്കീന ഫിൽ ബിരി വലാ യുഖദു ലഹും സമനുൻ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരു കൂട്ടം മുശ്രിക്കീങ്ങൾ, ഖുറൈശികളിൽ നിന്നുള്ള മുശ്രിക്കീങ്ങൾ വട്ടം കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ഉഖ്ബ ബിൻ അബി മുഅയ്ത്ത് മുന്നോട്ട് വന്നു. എന്നിട്ട് ഒട്ടകത്തിൻ്റെ കുടൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ സുജൂദി കിടക്കുമ്പോൾ കുറേ കുടലും പണ്ടവും ഒക്കെ കൊണ്ടുവന്നിട്ട് റസൂലിൻ്റെ പുറത്തേക്ക് ഇട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തല സുജൂദിൽ നിന്നും ഉയർത്തിയില്ല. ഫാത്തിമ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകൾ വന്ന് അതെല്ലാം, അതായത് ആ കുടൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ പുറത്തു നിന്ന് എടുത്ത് മാറ്റുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സർവനാശം ചോദിച്ചു, അല്ലെങ്കിൽ ദുആ ചെയ്തു, അവരെ ദയനീയമായി നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആരൊക്കെ കൂടിയാണോ ചെയ്തത്, ഈ തിന്മ അല്ലെങ്കിൽ ഈ ഉപദ്രവം, അവരെല്ലാവരും അങ്ങ് നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ, അത്ര പൈശാചികമായ രീതിയിലാണ് ദുആ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അല്ലേ അള്ളാഹുവേ, ഖുറൈശികളുടെ നേതാക്കളെ നീ നശിപ്പിച്ചു കളയണമേ. അള്ളാഹുവേ, അബൂ ജഹൽ ബിൻ ഹിഷാമിനെ നീ നശിപ്പിക്കണമേ. ഉത്ബ ബിൻ റബിയയെ നീ നശിപ്പിക്കണമേ. ഷൈബ ഇബ്ൻ റബിയയെ നീ നശിപ്പിക്കണമേ. ഉഖ്ബ ഇബ്ൻ അബി മുഅയ്ത്തിനെ നീ നശിപ്പിക്കണമേ. ഉമയ്യ ഇബ്ൻ ഖലഫിനെ നീ നശിപ്പിക്കണമേ. അതല്ലെങ്കിൽ ഉബയ്യ് ഇബ്ൻ ഖലഫിനെ നീ നശിപ്പിക്കണമേ എന്നായിരിക്കും പറഞ്ഞത്. പിന്നീട് ഞാൻ കണ്ടു അവരെല്ലാവരും കൊല്ലപ്പെട്ട നിലയിൽ ബദർ യുദ്ധക്കളത്തിൽ. അവരുടെ എല്ലാവരുടെയും ശരീരം ഒരു കിണറ്റിലേക്ക് എടുത്ത് എറിയുകയുണ്ടായി, അല്ലെങ്കിൽ അതിലിങ്ങനെ ഇട്ടു. ഉമയ്യ അല്ലെങ്കിൽ ഉബയ്യ് ഈ ആളുടെ ശരീരം ഒഴികെ, കാരണം അയാൾ ഭയങ്കര തടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അതിലേക്ക് ഇടാൻ വേണ്ടി വലിച്ചപ്പോൾ ശവശരീരം കഷ്ണങ്ങൾ വിട്ടു വരാൻ തുടങ്ങി, അതായത് കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ ഊരിപ്പോരാൻ തുടങ്ങി അയാളെ കിണറ്റിലേക്ക് എറിയുന്നതിന് മുമ്പ്. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദുൻ വഹൗലഹു നാസുൻ മിൻ ഖുറൈശിൻ മിനൽ മുശ്രിക്കീന ഇദ് ജാഅ ഉഖ്ബത്തു ഇബ്നു അബി മുഅയ്ത്തിൻ ബിസലാ جزور وقذفه على ظهر النبي صلى الله عليه وسلم فلم يرفع رأسه حتى جاءت فاطمة عليه السلام فأخذت من ظهره ودعت على من صنع ذلك فقال النبي صلى الله عليه وسلم اللهم عليك الملأ من قريش اللهم عليك أبا جهل ابن هشام وعتبة ابن ربيعة وشيبة ابن ربيعة وعقبة ابن أبي معيط وأمية ابن خلف أو أبي ابن خلف فلقد رأيتهم قتلوا يوم بدر فألقوا في بئر غير أمية أو أبي فإنه كان رجلا ضخما فلما جروه تقطعت أوصاله قبل أن يلقى في البئر. ഇതിലും ഒരു കാര്യം ഓർക്കുക, ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ തങ്ങള് ബീവി എന്നൊക്കെ വിളിച്ചിട്ട് മനുഷ്യനായിട്ട് ഒന്നും അല്ലാതാക്കി കളയുന്നൊരു സ്വഭാവമുണ്ട് നമുക്ക് മലയാളികൾക്ക്. സ്നേഹം കൂടിയിട്ട് ആദരവ് കൂടിയിട്ടൊക്കെയാണ്. പക്ഷേ ഈ തങ്ങള് ബീവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ തങ്ങന്മാരാണ്, ബീവിമാരാണ്. അപ്പോൾ ആ ഉപയോഗിച്ച് ഇപ്പോൾ ഫാത്തിമ ബീവി അല്ലെങ്കിൽ അലിയാർ തങ്ങൾ, അലിയാരെന്നൊന്നൊരു പേരേ ഇല്ല, ആളുടെ പേര് തന്നെ അലി എന്നാണ്. അത് നമ്മളങ്ങോട്ട് കൊണ്ടുവന്ന് അലിയാർ തങ്ങളാക്കി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ എന്ന് പറയുമ്പോൾ ഈ ഹദീസുകളിലൊക്കെ അലൈഹിസ്സലാം എന്നാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ റളിയല്ലാഹു അൻഹ എന്നല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരെയൊക്കെ പറ്റി പറയുമ്പോൾ അല്പം ആദരവും ബഹുമാനമൊക്കെ ആവാം. വലിയ വലിയ ആളുകളാണ്. ആ വകുപ്പിലെ ഒന്നാമൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ആൾ എന്നൊക്കെ പറയാവുന്നത്. സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ അലൈഹിസ്സലാം സ്വർഗത്തിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ പറയുമ്പോൾ ഫാത്തിമ അലൈഹിസ്സലാം എന്ന് തന്നെ അങ്ങ് പറഞ്ഞു നിർത്തുന്നതായിരിക്കും നല്ലത്. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് കുറയ്ക്കണ്ട. കാരണം അലൈഹിസ്സലാം എന്നൊക്കെ പറയുന്നത് നബിമാർക്ക് മാത്രമുള്ളതാണ്,
പക്ഷെ 4 സ്ത്രീകളുടെ കാര്യം നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബിന്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിസ്സലാം, ഖദീജ ബിന്ത് ഖുവൈലിദ് അലൈഹിസ്സലാം, ആസിയ ബിന്ത് മുസാഹിം അലൈഹിസ്സലാം, മറിയം ഇബ്നത്ത് ഇമ്രാൻ അലൈഹിസ്സലാം. ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാത്തിമ ബീവി അലിയാരിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വൃത്തികേടാക്കരുത്. ഫാത്തിമ അലൈഹിസ്സലാം, അലി റളിയല്ലാഹു അൻഹു, അത്രേ ഉള്ളൂ. ഒറ്റുകാരൻ്റെ മേലുള്ള പാപം, അതായത് എന്തുമാത്രം വലിയ പാപമാണ് അത്. അയാൾ ഒറ്റുന്നത് നല്ല മനുഷ്യനെയോ അല്ലെങ്കിൽ ചീത്ത മനുഷ്യനെയോ ആണ്. ഇസ്മിൽ വാദിരി ലി ബർരി വൽ ഫാജിരി. അബ്ദുല്ലായും അനസ് റളിയല്ലാഹു അൻഹുമായും വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് തരത്തിലുള്ള ഒറ്റൽ അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ വഞ്ചന ആണ് ചെയ്യുന്നതെങ്കിലും അയാളുടെ കൂടെ ഒരു കൊടി ഉണ്ടാവും ഖിയാമത്ത് നാളിൽ. അതിൻ്റെ 2 റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു ആ കൊടി ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണ്, മറ്റേ ആൾ പറഞ്ഞു അത് കാണുന്നത് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്തായിരിക്കും. അതിലൂടെയാണ് ഒറ്റുകാരനെ ആളുകൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ മഹ്ശറയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ നിൽക്കുമ്പോഴൊക്കെ ഒരു കൊടി ആളുടെ ഒപ്പം ഉണ്ടാവും. ആ കൊടി നമുക്ക് വരാതിരിക്കട്ടെ. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും ആമീൻ. അൻ അബ്ദുല്ലാഹി വഅൻ സാബിത്തിൻ അൻ അനസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലികുല്ലി ഖാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമത്തി ഖാല അഹദുമാ യുൻസബു വഖാല അൽ-ആഖിറു യുറ യൗമൽ ഖിയാമത്തി യുറഫു ബിഹി. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലാണ് എന്ന് പറയുന്നൊരു പ്രയോഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുപോലെ ആസനത്തിൽ നിന്നെങ്ങാണ്ടാണ് ഒരു കൊടി ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ കുരങ്ങൻ്റെയൊക്കെ വാല് പോലൊരു സാധനം മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് അതിന് മുകളിലൊരു കൊടി ഉണ്ടാവും. അത്ര നല്ല ഏർപ്പാടല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എല്ലാ ഒറ്റുകാരനും, അതായത് വഞ്ചന, ചതി, അങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു കൊടി ഉണ്ടാവും, അവരുടെ മേത്ത് അത് ഉറപ്പിച്ചു വച്ചിട്ടുണ്ടാവും. ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം അത് കാണാം. ആ കൊടിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ വലിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് തിരിച്ചറിയുന്നത് അയാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറ്റിപ്പ്, ചതി, അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ വലിയ വഞ്ചന ചെയ്തവർക്ക് വലിയ കൊടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണാവുന്ന എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസമുള്ള ഒരു കൊടിയോ ആയിരിക്കും. 8ാമത്തെ വാല്യം 6177 ഇൻഷാ അല്ലാഹ് നമ്മളിത് വീണ്ടും കാണും. عن ابن عمر رضي الله عنهما قال سمعت النبي صلى الله عليه وسلم يقول لكل غادر لواء ينصب يوم القيامة بعذرة. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മക്ക വിജയത്തിൻ്റെ ദിവസമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മക്ക കീഴടക്കിയ അന്ന്. ഇനി മുതൽ ഒരു ഹിജ്റ ഇല്ല, ഇനി യുദ്ധം മാത്രമേ ഉള്ളൂ. അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം. നിങ്ങളെ യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് വരിക, അല്ലെങ്കിൽ ധൃതി പിടിച്ച് ചെന്ന് ചേരുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു, മക്ക വിജയത്തിൻ്റെ ദിവസം ഈ പട്ടണത്തിനെ അല്ലെങ്കിൽ നഗരത്തിനെ അള്ളാഹു പരിശുദ്ധമാക്കിയിരിക്കുന്നു, അതായത് ഹറം ആക്കിയിരിക്കുന്നു. അവിടെ യുദ്ധം ചെയ്യാനോ ആളെ കൊല്ലാനോ ചോര വീഴാനോ ഒന്നും പാടില്ല. അത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് തന്നെ അതിനെ പരിശുദ്ധമായി പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ഇത് പരിശുദ്ധമായ അല്ലെങ്കിൽ ഹറം ആകുന്നു അള്ളാഹുവിൻ്റെ ഉത്തരവിലൂടെ. ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ എനിക്ക് മുമ്പ് യുദ്ധം ചെയ്യുന്നത് അനുവദനീയമല്ലായിരുന്നു. എനിക്ക് പോലും അത് 1 മണിക്കൂർ യുദ്ധം ചെയ്യുന്നതിന്, അതായത് പകൽ സമയത്ത് 1 മണിക്കൂർ യുദ്ധം ചെയ്യുന്നതിന് മാത്രമാണ് എനിക്കും അനുവാദമുള്ളൂ. അതുകൊണ്ട് മക്ക അള്ളാഹുവിൻ്റെ ഉത്തരവിനാൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം വരെ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഒരു ഹറം ആയി തുടരും. അവിടുത്തെ മുൾച്ചെടികൾ വെട്ടിക്കളയരുത്, അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടരുത്, അവിടെ വീണ് കിടക്കുന്ന സാധനം, അതായത് ലുഖത്ത, എടുക്കരുത്. ഇനി അങ്ങനെ എടുത്താൽ അത് പരസ്യമായി വിളിച്ചു പറയുകയും അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയൊക്കെ വേണം. ലുഖത്ത എന്നുള്ള ഒരു അധ്യായം തന്നെ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ പുല്ലുകൾ പറിക്കരുത്. അപ്പോൾ അബ്ബാസ് ചോദിച്ചു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, ദിഹിർ ഒഴികെയല്ലേ? കാരണം അത് സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കാറുണ്ട് അവരുടെ വീടുകളിൽ. അപ്പോൾ ഈ സ്വർണം ചൂടാക്കാനോ കത്തിക്കാനോ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും.
ആയിരിക്കും, അല്ലെങ്കിൽ ഉരയ്ക്കാനോ. അപ്പോൾ ഈ ദഹിർ എന്ന് പറയുന്ന ഒരു തരം പുല്ല് അന്നത്തെ സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അവർ വീടുകളിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഖിർ ഒഴികെ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹി മക്കത ലാ ഹിജ്റത വലാകിൻ ജിഹാദുൻ വനിയ്യത്തുൻ വഇദസ്തുൻഫിർതും ഫൻഫിറു വഖാല യൗമ ഫത്ഹി മക്കത ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ വഇന്നഹു ലം യഹില്ലൽ ഖിതാൽ فيه لأحد قبلي ولم يحل لي إلا ساعة من نهار فهو حرام بحرمة الله إلى يوم القيامة لا يعضد شوكه ولا ينفر صيده ولا يلتقط لقطته إلا من عرفها ولا يختلى خلاه فقال العباس يا رسول الله إلا الإذخر فإنه لقينهم വലി ബുയൂത്തിഹിം ഖാല ഇല്ലൽ ഇദ്ഖിർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ഈ ജിസിയ എന്ന അധ്യായവും തീർന്നിരിക്കുന്നു. നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ 58-ാമത്തെ കിതാബാണ് കണ്ടത്. ജിസിയ എന്ന് പറഞ്ഞാൽ തലക്കരം, അതായത് തലവരി. ആളെണ്ണി ഒരു പ്രത്യേക തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നതിനെയാണ് ഈ പറയുന്നത്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്ക് മാത്രം ഉള്ളതാകുന്നു. അവരെ ദിമ്മി എന്നാണ് അറിയപ്പെടുക. അത് കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാവും. സാധാരണ രീതിയിൽ ഇസ്ലാമിക പട്ടാളം ചെല്ലുമ്പോൾ ഒരു രാഷ്ട്രത്തിൽ അവരെ നേതാക്കളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ മുസ്ലിമാവൂ. പറ്റുമെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരോട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആളെണ്ണി ഇത്ര കരം തരേണ്ടി വരും. അതിനും അവർ എതിർത്താൽ മാത്രമേ യുദ്ധത്തിന് പോകാറുള്ളൂ, അല്ല എടുത്തിയാടി യുദ്ധം ചെയ്യാറില്ല. അപ്പോൾ ദിമ്മിയായി ജിസിയ കൊടുക്കുന്നതിലൂടെ യുദ്ധം ഒഴിവാക്കാം. അതാണ് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഭരണാധികാരി അല്ലെങ്കിൽ നേതാവ് മറ്റു രാജ്യത്തെ രാജാവുമായി ഒരു സന്ധി ഉറപ്പിക്കുന്നു. അത് ആ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാകുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് പോയി ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരോടും സംസാരിച്ച് അനുവാദം മേടിച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായി അവിടുത്തെ ഭരണാധികാരി അതല്ലെങ്കിൽ നേതാക്കന്മാർ അവരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഈ കരാറുണ്ടാക്കുന്നതും അവർ തമ്മിൽ ആണ്. പക്ഷെ അത് സകല നാട്ടിലുള്ള പിശക്കാരൻ തൊട്ട് വലിയ കൃഷിക്കാരൻ തൊട്ട് കച്ചവടക്കാരൻ വരെ ലക്ഷാധിപതി വരെയൊക്കെ ബാധകമാണ്. അങ്ങനെ ജിസിയ മേടിച്ച് ദിമ്മിയായി കണക്കാക്കിയാൽ അവരെ സംരക്ഷിക്കുക, അവരുടെ സ്വത്തിനെ സംരക്ഷിക്കുക, ഇതൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാകുന്നു. കാരണം അവർ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ദിമ്മി ആകുന്നു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈനിൽ നിന്ന് കുറച്ച് സ്ഥലം ആളുകൾക്ക് വീതം വെച്ച് കൊടുത്തതിനെ പറ്റി കണ്ടു. പിന്നെ അത് മാത്രമല്ല ബഹ്റൈനിൽ നിന്ന് വരുന്ന ജിസിയ പൈസ വീതം വെച്ച് കൊടുക്കുന്നതിനെ പറ്റി കണ്ടു. ഫെയ്യ്, അതായത് യുദ്ധം ചെയ്യാതെ ആരെങ്കിലും കീഴടങ്ങി അങ്ങനെ കിട്ടുന്ന സ്വത്ത് വീതം വയ്ക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു. മുസ്ലിങ്ങളുമായി സന്ധിയിൽ ഉള്ള ഒരു മനുഷ്യൻ, അയ്യവാവും കുറ്റക്കാരനൊന്നും അല്ലാത്ത ഒരു മനുഷ്യനെ കൊന്നാൽ അത് വലിയൊരു കുറ്റമാണ്. അവൻ സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അടിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വർഗത്തിൻ്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് ദൂരെ കിട്ടും, അതുപോലും കിട്ടൂല. അതായത് സ്വർഗത്തിൽ പോകില്ല. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും യഹൂദന്മാരെ പുറത്താക്കുന്നത് അത് നമ്മൾ പല പ്രാവശ്യം കണ്ടു. അൽ മുശ്രിക്കൂൻ, നമ്മളോട് ചതിയോ വഞ്ചനയോ ചെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കണോ എന്ന് നമ്മൾ നോക്കി. ഇമാമ് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി ദുആ ചെയ്യാണ് അവരുമായിട്ടുള്ള കരാറ് പൊട്ടിച്ച ശത്രുവിനെതിരെ. സ്ത്രീകൾ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാമോ? അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. അതായത് ഒരു ആൾ അല്ലെങ്കിൽ ഒരു ഗോത്രക്കാർ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കും. റസൂലിനും അങ്ങനെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കാമോ? കൊടുക്കാം. ഏതെങ്കിലും ഒരു മുസ്ലിം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രാഷ്ട്രീയ അഭയം, പൊളിറ്റിക്കൽ അസൈലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റു മുസ്ലിങ്ങൾ അതിനെ ആദരിക്കേണ്ടതാകുന്നു. കാരണം അതൊരു മുസ്ലിമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു മുസ്ലിം അതിൽ അയാളെ സഹായിക്കണം അത് പാലിക്കുന്നതിന് വേണ്ടി. ആ മുസ്ലിങ്ങൾ സബാന എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അസ്ലംന എന്ന് പറയാതിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തിൽ നമ്മൾ കണ്ടു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവരെല്ലാം കൊന്നുകളഞ്ഞു. അൽ മുശ്രിക്കൂൻ ആയിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നത്, അവരുമായി ഇടപാടുകൾ നടത്തുന്നത് പൈസയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ. പിന്നെ ഈ പറഞ്ഞ സന്ധി പാലിക്കാതിരിക്കുന്ന ഒരാളുടെ കുറ്റം, സന്ധിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പാലിക്കണം. ഒരാൾ വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കുക, അതിൻ്റെ മഹത്വം
ദിമ്മി മന്ത്രവാദി ആണെങ്കിൽ അവനെ വെറുതെ വിടാമോ എന്ന് ചോദിച്ചു. വെറുതെ വിടാവുന്നതാണ്. മുസ്ലിങ്ങൾ മാജിക്ക് ചെയ്താൽ മുസ്ലിങ്ങളെ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള നിയമം അനുസരിച്ച് കൊന്നുകളയുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മന്ത്രവാദത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മാജിക്ക് ചുമ്മാ ട്രിക്ക് സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്ന പരിപാടിയല്ല. ഇപ്പോൾ ഈ വയറുവേദന ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കുന്നത്, ഭാര്യാഭർത്താക്കന്മാരെ തല്ലിപ്പിരിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതിനെയാണ് മന്ത്രവാദം അല്ലെങ്കിൽ സിഹ്ർ എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൂടോത്രം. അത് മുസ്ലിങ്ങൾ ചെയ്താൽ അവരെ കൊന്നുകളയണം ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ. ആ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ദിമ്മിയായ ആൾ, അപ്പോൾ അയാൾക്ക് അയാളുടെ മതം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ക്രിസ്ത്യാനികൾക്ക് മാജിക്കും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, യഹൂദന്മാർക്കും പ്രശ്നമല്ല. അവർക്കൊക്കെ അത് ചെയ്യാം. അവർ ചെയ്താൽ അവരെ കൊല്ലാൻ പാടില്ല. ചതി ഉണ്ടാവുമോ എന്ന് ഭയന്ന് നേരത്തെ മുൻകൂട്ടി അതിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ തടയാൻ റെഡിയായി നിൽക്കുന്നത്, അതൊക്കെ അനുവദനീയമാണ്. ഒരു സത്യം ചെയ്തു അല്ലെങ്കിൽ ശപഥം ചെയ്തു, അത് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് പ്രതിവിധി എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി കണ്ടിരുന്നു. ഒരു മനുഷ്യൻ സത്യം ചെയ്യുകയോ അല്ലെങ്കിൽ വാക്ക് കൊടുക്കുകയോ ചെയ്തു, അത് കഴിഞ്ഞ് അത് തെറ്റിച്ചു, അങ്ങനെയായാൽ അയാൾ മോശക്കാരനാണ്, അയാൾക്ക് വലിയ കുറ്റമുണ്ട്. 3 ദിവസത്തേക്കോ അല്ലെങ്കിൽ അതുപോലെ കൃത്യമായ ഒരു സമയം പരിധി വച്ചുകൊണ്ടോ നമുക്ക് സമാധാന സന്ധി ഉണ്ടാക്കാമോ? റസൂല് അങ്ങനെ ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തെ സമയമുണ്ടാക്കി മക്കയിലേക്ക് പോയി ഉംറ ചെയ്ത് വന്നു. പരിമിതമായൊരു സമയം വയ്ക്കാതെ സന്ധി ഉണ്ടാക്കാമോ? ഖൈബർ കീഴടക്കിയപ്പോൾ അവിടുത്തെ യഹൂദന്മാരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്നതുവരെ നിങ്ങൾക്ക് ഇവിടെ കഴിയാം. അൽ മുശ്രിക്കൂൻ്റെ ശവശരീരങ്ങൾ കിണറ്റിലേക്ക് എറിയുന്നത് അവരുടെ ശവശരീരം അവരുടെ ബന്ധുക്കൾ ഏറ്റെടുക്കാൻ വന്നാലും, അവർ പൈസ കൊടുത്ത് അവരുടെ ശവശരീരം വാങ്ങിക്കാൻ വന്നാലും കൊടുക്കാതെ ആ ശവശരീരങ്ങളെ കിണറ്റിലേക്ക് എറിയുന്നത്, ഇത് റസൂൽ ചെയ്തിട്ടുണ്ട്. ചതിയൻ അല്ലെങ്കിൽ വഞ്ചകൻ ആയ ഒരു ആളുടെ പാപം, അയാളുടെ മേലിലുള്ള കുറ്റം, അയാളെ ഒറ്റുന്നത് അല്ലെങ്കിൽ ചതിക്കുന്നത് നല്ല കാര്യത്തിനോ അല്ലെങ്കിൽ ചീത്ത കാര്യത്തിനോ ആയിരിക്കും. അതല്ലെങ്കിൽ നല്ല മനുഷ്യനെതിരെയോ അതല്ലെങ്കിൽ ചീത്ത മനുഷ്യനെതിരെയോ ആയിരിക്കും. എങ്ങനെയായാലും ചതി വഞ്ചന അനുവദനീയം അല്ല. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.